ഡാറ്റ ഫ്ലോ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. എന്താണ് ഈ പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ സർട്ടിഫിക്കറ്റുകൾ, അതായത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നമ്മളെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതേപോലെ നമ്മുടെ ലൈസൻസ്, അതെല്ലാം ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡാറ്റ ഫ്ലോ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകൾക്ക് ഖത്തറിൻ്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ, അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ലൈസൻസ് വേണ്ടേ. ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ള പോലെ തന്നെ അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡാറ്റ ഫ്ലോ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. അതേപോലെ ഖത്തർ പ്രൊമെട്രിക് എക്സാമും പാസ്സായിരിക്കണം. അത് ഏത് മെഡിക്കൽ പ്രൊഫഷൻസ് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ, ഇവർക്കെല്ലാം ഇത് ഡാറ്റ ഫ്ലോ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയതും അതേപോലെ തന്നെ ഖത്തർ പ്രൊമെട്രിക് എക്സാം പാസ്സായാൽ മാത്രമേ അവിടുത്തെ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ജെന്യൂൻ ആണോ നോക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ പ്രൈമറി സോഴ്സ്, അതായത് നമ്മുടെ പ്രൈമറി സോഴ്സ് ചെയ്ത് നമ്മൾ എവിടെയാണോ ഡിഗ്രി ചെയ്തത് അവിടെ, ഇപ്പോൾ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവിടെ നിന്ന് തന്നെ അന്വേഷിക്കും ഈ കുട്ടി ഇവിടെ പഠിച്ചതാണോ എന്നുള്ളത്. അതേപോലെ നമ്മുടെ വർക്ക് ചെയ്ത സ്ഥലത്ത് എക്സ്പീരിയൻസ് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെയും അന്വേഷിക്കും. അതേപോലെ തന്നെ നമ്മളെ പാരാമെഡിക്കൽ കൗൺസിലും അന്വേഷിക്കും ഇങ്ങനെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ. അതെല്ലാം ചെക്ക് ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള കമ്പനികളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ. നമുക്ക് ഡാറ്റ ഫ്ലോ പ്രോസസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. dataflowgroup.com ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യുക MOPH അല്ലെങ്കിൽ QCHP സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. ഏതെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫീ പേയ്മെൻ്റ് ഉണ്ട്. ഓരോ സർട്ടിഫിക്കറ്റിനും ഓരോ എമൗണ്ട് ആയിരിക്കും ഫീ പേയ്മെൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ വെരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് 15 to 45 ഡേയ്സ് എടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഖത്തർ പ്രൊമെട്രിക്കിന് അപ്പിയർ ചെയ്യണമെങ്കിൽ അതിനേക്ക് കൊടുക്കുക. ഡാറ്റ ഫ്ലോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഖത്തർ പ്രൊമെട്രിക് എക്സാം എഴുതാം. എല്ലാതെയും ആദ്യം ഖത്തർ പ്രൊമെട്രിക് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഡാറ്റ ഫ്ലോന് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് പ്രൊമെട്രിക് എക്സാം എഴുതിയിട്ടാണ് ഡാറ്റ ഫ്ലോന് പിന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ലൈസൻസിന് വേണ്ടിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. ഓക്കെ, ഇനി ഏതെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ പാസ്പോർട്ട് വേണം, പിന്നെ ഡിഗ്രി ആൻഡ് ട്രാൻസ്ക്രിപ്റ്റ് വേണം, പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ ലൈസൻസ് എവിടെ നിന്നാണ് അത്, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഓൾസോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഡാറ്റ ഫ്ലോ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതിലേതെങ്കിലും ആവാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്സായി കഴിഞ്ഞു. പിന്നെ ഇൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് റെസ്പോൺസ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് റിജക്റ്റ് ചെയ്തു എന്നർത്ഥം. അൺഎബിൾ ടു വെരിഫൈ എന്നുള്ള റിസൾട്ടും വരാം. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അൺഎബിൾ ടു വെരിഫൈ എന്ന് പറഞ്ഞിട്ടാണ് റിസൾട്ട് വരിക. ഓക്കെ, വെരിഫൈ ചെയ്ത് റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് പ്രൊമെട്രിക് എക്സാമിന് അപ്പിയർ ആണെങ്കിൽ അതിന് അപ്പിയർ ചെയ്യാം, അല്ലെങ്കിൽ ലൈസൻസിന് ആണെങ്കിൽ അതിന് കൊടുക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഡാറ്റ ഫ്ലോ പ്രോസസ്സിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്.